ഹായ്. അപ്പോൾ നമുക്ക് BGC 109 ബ്ലോക്ക് സെക്കൻഡിലെ വേർഡ്സ് വർത്തിൻ്റെ കുറച്ച് വർക്കുകൾ നോക്കാം. ബ്ലോക്ക് സെക്കൻഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് വേർഡ്സ് വർത്തിൻ്റെ അതേപോലെ സെൻ കൊളറിഞ്ചിൻ്റെയും ഒക്കെ പോയംസാണ്. അതിൽ അവ പോയംസ് അങ്ങനെ നേരിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെയൊക്കെ സമ്മറി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേർഡ്സ് വർത്തിനെ കുറിച്ച് വേർഡ്സ് വർത്തിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ മനസ്സിലാക്കി വെക്കാം. വേർഡ്സ് വർത്ത് അദ്ദേഹം ലീഡർ ഓഫ് റൊമാൻറ്റിക് പോയറ്റാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പോയറ്റ് തന്നെയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉള്ള ഫ്രഞ്ച് മൂവ്മെൻറ്റിലൊക്കെ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം സെൻറ്റ് ക്ലോഡ്ജുമായിട്ട് ചേർന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ലിറിക്കൽ ബലാഡ് 1798 പുറത്തിറക്കി. അതുതന്നെയാണ് റൊമാൻറ്റിക് പീരിയഡിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് 1798 മുതലാണ് തുടങ്ങുന്നത്. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതി. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് നാച്ചറിൻ്റെ ബ്യൂട്ടി, അതേപോലെ ലാൻഡ്സ്കേപ്പ് സീൻസിൽ നിന്നുള്ള ബ്യൂട്ടി, ആ ഒരു ഇമോഷൻസ്, അതേപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഈ ബ്ലോക്ക് 2ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വരുന്ന എല്ലാ പോയറ്റ്സിൻ്റെ റൈറ്റിങ്സും ഒക്കെ പാസ്റ്റ് മെമ്മറീസാണ്. റീകളക്ഷൻ ഓഫ് മെമ്മറീസ്, റീവൈസിങ് മെമ്മറീസ്, അതേപോലെ റീവിസിറ്റിംഗ് ദെയർ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സ് വർത്തിൻ്റെ നമുക്ക് ടിൻഡൻ അബേ എന്ന് പറയുന്ന പോയമും, അതേപോലെ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ പോയമും, അതേപോലെ ഓഡ് ഓൺ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന പോയമാണുള്ളത് പഠിക്കാനുള്ളത്. അതിൽ ഈ ടിൻഡൻ അബേയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ടിൻഡൻ അബേയിൽ അതിൻ്റെ ഫുൾ ഫോം ഓഫ് ടിൻഡൻ അബേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടിൻഡൻ അബേനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇതാണ്: എ ഫ്യൂ മൈൽസ് എബൌട്ട് ടിൻഡൻ അബേ ഓൺ റീവിസിറ്റിംഗ് ദ ബാങ്ക്സ് ഓഫ് വൈൻ ഡ്യൂറിങ് എ ടൂർ. ഒരു ടൂറിൻ്റെ സമയത്ത് ബാങ്ക്സ് ഓഫ് വൈ എന്ന് പറയുന്ന ഒരു റിവറിൻ്റെ ബാങ്ക്സിൽ നിന്നിട്ട്, വൈ എന്ന് പറയുന്ന റിവറിൻ്റെ ബാങ്ക്സിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു 5 ഇയേഴ്സ് മുമ്പുള്ള അദ്ദേഹം അവിടെ സെയിം സ്ഥലത്ത് അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു അന്നത്തെ അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസും റിവൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു തീമാണ് അതേപോലെ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ റിലേഷൻഷിപ്പ്. അത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പോയംസിലും ഉണ്ടാവും. നാച്ചറിനെ കുറിച്ചും ലാൻഡ്സ്കേപ്സിനെ കുറിച്ചും ഹ്യൂമൻ ആൻഡ് ലവ് റിലേഷൻഷിപ്സിനെ കുറിച്ചുമാണ് അദ്ദേഹം കൂടുതലായിട്ടും എംഫസൈസ് ചെയ്തുകൊണ്ട് പോയംസ് എഴുതിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം വേർഡ്സ് വർത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഇൻവേർട്ടഡ് കോമയിൽ എഴുതേണ്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അക്കോർഡിംഗ് ടു ഹിം ദ പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. ഇറ്റ്സ് ആൻ ഇൻബോൺ ഗിഫ്റ്റ്, നോട്ട് സംതിങ് ക്യാൻ ബി അക്വയർഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഈ 2 പോയമും വേർഡ്സ് വർത്തിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയംസാണ്. ദ പോയം ഈസ് എ റീക്യാപിറ്റുലേഷൻ ഓഫ് ദ ഇമോഷൻസ് ദാറ്റ് വേർഡ്സ്വർത്ത് ഹാഡ് എക്സ്പീരിയൻസ്ഡ് ഓൺ ഹിസ് ഏർലിയർ വിസിറ്റ് ടു ദി പ്ലേസ്. ഈ ടിൻഡൻ അബേ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇതിനു മുമ്പ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളുടെ ആ ഒരു റീകളക്ഷനാണ് അദ്ദേഹം നടത്തുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഫ്യൂച്ചറിലും പ്രസൻറ്റിൽ അദ്ദേഹം ആ അനുഭവങ്ങൾ റീകളക്ട് ചെയ്ത് എഴുതുന്നു. പ്രസൻറ്റിലും ആ ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് അദ്ദേഹത്തിന് സെൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് എഴുതുന്നു. ഫ്യൂച്ചറിലും ഇതുപോലെ തന്നെ നിൽക്കും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പോയം വരുന്നത്. ഇതിൽ ലൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ 5th മൂവ്മെൻറ്റ് 5 മൂവ്മെൻറ്റിലായിട്ടാണ് ഈ പോയം വരുന്നത്. അതിൻ്റെ സമ്മറീസ് മാത്രമായിട്ടാണ് ഇതിൽ പോയം ബുക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫിയാണ്. സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി ആണ്. അദ്ദേഹത്തിന് 4 സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫീസാണ് ഉള്ളത്. ഒന്ന് ഓഡ് ഓൺ ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റിയും, മറ്റൊന്ന് ഓഡ് ടു ഡ്യൂട്ടിയും, ദ പ്രല്യൂഡും,
പിന്നെ ടിൻറ്റൺ അബേയും. ഈ 4 സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫീസ് പിന്നെ ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് 2 എണ്ണമാണ്. ഒന്ന് ടിൻറ്റൺ അബേയും മറ്റേത് ഓഡ് ഓൺ ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പിന്നെ ടിൻറ്റൺ അബേ ഒരു മെഡിറ്റേറ്റീവ് പോയട്രി കാറ്റഗറിയിൽ വരുന്നൊരു പോയമാണ്. അതേപോലെ ഇത് ബിഗിൻ ആൻഡ് എൻഡ്സ് വിത്ത് ആൻ ഇൻവിക്കേഷൻ ടു നാച്ചർ. നാച്ചറിനെ പ്രൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു, ഇപ്പോൾ പണ്ട് നമുക്ക് ഇല്യഡ് ഒഡീസി ഒക്കെ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അത് ഇൻവൊക്കേഷൻ ടു ദി മ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരിക്കും. അതായത് ദൈവത്തിനോട് ഒരു പ്രല്യൂഡൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും തുടങ്ങുന്നത്. അതേപോലെ അദ്ദേഹം എപ്പോഴും നാച്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നാച്ചറിനെ പ്രൈസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും കേട്ടോ ടിൻറ്റൺ അബേ. അപ്പോൾ അദ്ദേഹത്തിന് 5 മൂവ്മെൻറ്റ്സ് ആയിട്ടാണ് ഇതിൽ പിന്നെ കൊടുത്തിട്ടുള്ളത്. ഈച്ച് മൂവ്മെൻറ്റ് കറസ്പോണ്ട്സ് ടു എ സ്റ്റാൻസ. അപ്പോൾ ഇൻ ദ ഫസ്റ്റ് മൂവ്മെൻറ്റിൽ പറയുന്നത് നാച്ചർ എംഫസൈസ് ഓൺ ഇറ്റ്സ് എസെൻഷ്യൽ ക്വാളിറ്റി ഓഫ് ഹാർമണി ആൻഡ് ആർഡർ. അപ്പോൾ ഈ ഒരു പ്രകൃതി, അതിൻ്റെ പീസ്, അതിൻ്റെ യൂണിറ്റി, അതിൻ്റെ ആ ഒരു ഓർഡർ, അതിനെ പ്രൈസ് ചെയ്ത് അങ്ങനെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് മൂവ്മെൻറ്റിൽ വരുന്നത് ഹി സ്പീക്സ് ഓഫ് ദ ഗിഫ്റ്റ്സ് ഓഫ് നാച്ചർ വിത്ത് റെസ്പെക്ട് ടു ഹിംസെൽഫ്. ഹാർമണി ഇൻ നാച്ചർ ബിഗിൻസ് എബൌട്ട് ഹാർമണി ഇൻ ദ പോയറ്റ് ഇൻ ഹിസ് സെൻസ്, ഹേർട്ട്, മൈൻഡ് ആൻഡ് സോൾ. നാച്ചർ പോയറ്റിൻ്റെ തോട്ടിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹേർട്ടിനെയും മൈൻഡിനെയും സോളിനെയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നാച്ചറിനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സെൻസേഷൻസ് ഒക്കെ അസ്ലീപ്പ് ആവുകയും അദ്ദേഹത്തിൻ്റെ ഇന്നർ സോൾ മാത്രം അവേക്ക് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു മിസ്റ്റിക്കൽ ട്രാൻസാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. പിന്നെ അദ്ദേഹം ഒരു ഡിവൈൻ ലെവലിലേക്ക്, ഒരു സബ്ലിം സ്റ്റേറ്റ് ഓഫ് ഡിവൈൻ ലെവലിലേക്ക് അദ്ദേഹം ഉയരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റാൻസിയിൽ പറയുന്നത്. പിന്നെ തേർഡ് സ്റ്റാൻസിൽ വരുന്നത് അദ്ദേഹം അദ്ദേഹത്തിനൊരു ടോർമെൻറ്റഡ് ബൈ ഡൗട്ട്, ഒരു സംശയം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു അലട്ടുന്നൊരു സംശയം വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു മെമ്മറീസ് ഒക്കെ ഇതേപോലെ ഒന്നും നിലനിൽക്കില്ലേ, ഫ്യൂച്ചറിലും നിലനിൽക്കില്ലേ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആ പഴയ എക്സ്പീരിയൻസുകൾ വീണ്ടും അനുഭവിക്കാൻ കഴിയുമ്പോൾ എന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അത് വീണ്ടും ഇനി അങ്ങനൊരു സംശയം അദ്ദേഹത്തിന് വരുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് മൂന്നാമത്തെ ഒരു മൂവ്മെൻറ്റിൽ പറയുന്നത്. പിന്നെ ഫോർത്ത് മൂവ്മെൻറ്റിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബോയ്ഹുഡിൽ, അതേപോലെ യൂത്തിൽ, അതേപോലെ മാൻഹുഡിൽ ഒക്കെ അദ്ദേഹം നാച്ചറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് നാലാമത്തെ മൂവ്മെൻറ്റിൽ പറയുന്നത്. ഫോർത്ത് മൂവ്മെൻറ്റിൽ പറയുന്നത് 3 സ്റ്റേജിലും ആ സ്ഥലത്തേക്ക് പോയപ്പോൾ ആ സെയിം എക്സ്പീരിയൻസ് അനുഭവിച്ചതും. 3 സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്: മാൻഹുഡ്, അതേപോലെ ഫസ്റ്റ് ബോയ്ഹുഡാണ്, പിന്നെ യൂത്ത്, പിന്നെ മാൻഹുഡ്. ബോയ്ഹുഡ് പറയുന്നത് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ 3 സ്റ്റേജിലും എങ്ങനെയാണ് ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. നമ്മുടെ ചിന്തകളും നമ്മളിൽ നിന്ന് വരുന്ന മാറ്റങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നാലാമത്തെ രീതിയിൽ പറയുന്നത്. പിന്നെ അതേപോലെ ഇനിയും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് പ്രത്യാക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം കേട്ടോ. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ അദ്ദേഹം ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതും നാച്ചറിനെ പ്രൈസ് ചെയ്തുകൊണ്ടൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. താൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ അനുഭവങ്ങളെല്ലാം തൻ്റെ സിസ്റ്ററായ ഡൊറോത്തി വേർഡ്സ്വർത്തിനും കിട്ടട്ടെ, അതിന് നാച്ചറിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 5th മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ടിൻറ്റൺ അബേയിൽ വരുന്നത്. അപ്പം ഈ വേർഡ്സ്വർത്ത് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത് സ്പിരിറ്റ് ഓഫ് നാച്ചർ ആണല്ലേ, സ്പിരിറ്റ് ഓഫ് നാച്ചർ. അതേപോലെ ഈ ആൾസോ എക്സ്പ്രസിങ് ദി സ്പിരിറ്റ് ഓഫ് ലാൻഡ്സ്കേപ്പ്. പിന്നെ അദ്ദേഹം പോർട്രേ ചെയ്യുന്നത് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ റിലേഷൻഷിപ്പാണ്. പിന്നെ അദ്ദേഹം ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ്, മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് എപ്പോഴും സബ്ജക്റ്റായി വരുന്നത്. ഗോഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒബ്ജക്റ്റ് ആയിരിക്കും, ഒബ്ജക്റ്റ് ഓഫ് അദ്ദേഹത്തിൻ്റെ പോയംസിൽ. നാച്ചർ അതിനെ കണക്ട് ചെയ്യുന്ന കാര്യവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ടിൻറ്റൺ അബേയിൽ നമുക്ക് പറയാനുള്ളത്.
ഇനി നമുക്ക് ഡാഫോഡിൽസിൻ്റെ ഒരു സമ്മറി നോക്കാം. ഡാഫോഡിൽസിൽ പോയറ്റ് അതിൻ്റെ ഒരു പിന്നെ കോണ്ടസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയറ്റിൻ്റെ ബ്രദർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഭയങ്കര ആ ഒരു പെയിനിൽ നടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓഫ് ഹിസ് ബിലവഡ് ബ്രദറിൻ്റെ ആ ഒരു പെയിനിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം നാച്ചുറലിലേക്ക് നോക്കി അതിൽ നിന്നൊരു ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു കൂട്ടം ഡാഫോഡിൽസിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ആ ഒരു എനർജിയൊക്കെ തിരിച്ചു വരികയാണ്. ആ ഒരു വീണ്ടും അദ്ദേഹം പഴയ പോലെയുള്ള ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻഡ്ലെസ് വ്യൂ ഓഫ് ഡാഫോഡിൽസ് ഇഷ്ടം പോലെ നമുക്ക് പറയാം. അതിന് ഡാഫോഡിൽസിൻ്റെ ഒരു പാടം കാണുമ്പോൾ, നമുക്കിപ്പോൾ സൂര്യകാന്തി പാടമൊക്കെ കാണുമ്പോൾ, നോക്കത്താ ദൂരത്തോളം ഇത് കാണുമ്പോൾ ആ ഒരു അവർ ഡാൻസ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വ്യൂ തന്നെ അദ്ദേഹത്തിനെ ഒരു നാച്ചർ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. പിന്നെ ആ ഡാഫോഡിൽസ് ക്യാൻ ഹീൽ ഹിസ് ഡിപ്രഷൻ ആൻഡ് പെയിൻ ബൈ സീയിങ് ദ എൻഡ്ലെസ് വ്യൂ ഓഫ് ഈ ഫ്ലവേഴ്സ് കാണുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിപ്രഷൻ ഒക്കെ ഇല്ലാതാക്കാൻ ഡാഫോഡിൽസിന് കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓവറോൾ സമ്മറി മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇതിൽ അതായത് ഈ സ്റ്റാൻസുകളിൽ പറയുന്നത്, അദ്ദേഹം പിന്നെ ഒരു ഇങ്ങനെ നടക്കുകയാണ്, അതായത് വാണ്ടർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടക്കുന്ന സമയത്ത് ആകാശത്തൊരു ക്ലൗഡിനെ കാണുകയാണ്. ആ ക്ലൗഡും അദ്ദേഹത്തെ പോലെ തന്നെ ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം അദ്ദേഹം അപ്പോൾ വളരെ പെയിൻഫുള്ളായ ഒരു അവസ്ഥയിൽ നടക്കുകയാണ്. അപ്പോൾ തന്നെ പോലെ തന്നെ ആണ് ആ ക്ലൗഡ് ഒറ്റപ്പെട്ട് നടക്കുകയാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹം അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ആ ഒരു കൺട്രി സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത്, പിന്നെ കാരണം ഭയങ്കര പെയിൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രദർ മരിച്ച ആ ഒരു പെയിൻ ഉണ്ട്. അപ്പോൾ അതിലൂടെ അദ്ദേഹം ഒരു വാണ്ടർ ചെയ്യുന്ന രീതിയിൽ ഒരു മിഷനൊന്നും ഇല്ലാതെ അങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ആ ഡാഫോഡിൽസ് ആ ബ്രീസ് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആടുന്നതും ഡാഫോഡിൽസിനെ കാണുന്നതും ഒക്കെ അപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം തോന്നുകയും അങ്ങനെ അദ്ദേഹം ഇതിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി പിന്നെ പുറത്ത് വരികയാണ് ചെയ്യുന്നത്. പിന്നെ കാരണം നമുക്കിപ്പം ഒരു ഡാഫോഡിൽസിനെ കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട് എന്ന് മാത്രം അങ്ങനെ നമ്മൾ ഫീൽ ചെയ്ത് അങ്ങനെ പോകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയറ്റ് സെൻസ് ഓഫ് വ്യൂവിൽ അദ്ദേഹം കാണുമ്പോൾ ആ ഡാഫോഡിൽസ് എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിലേക്ക് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലേക്ക് വന്ന് പങ്കുചേരുന്നതായിട്ടും അവർ അദ്ദേഹത്തെ കൺസോൾ ചെയ്യുന്നതായിട്ടും അതിൽ നിന്ന് മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതായിട്ടും ഡാഫോഡിൽസൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ബ്രീസിൽ ഡാൻസ് ചെയ്യുന്നതായിട്ടും ഒക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ആ ഒരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോയിൽ വന്ന ആ ഒരു പോയമാണ് ഡാഫോഡിൽസായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പോയമാണ് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ആക്യുറേറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനൊക്കെ വരുന്നത്. പിന്നെ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആണ്. അതേപോലെ ഇതിൽ സിമിലി യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പാരിസൺ ആണ്. കമ്പാരിസണായിട്ട് യൂസ് ചെയ്യുന്നത് അദ്ദേഹവും ഫ്ലവേഴ്സും തമ്മിലുള്ള ഒരു ഇൻറ്ററാക്ഷനാണ് കമ്പാരിസൺ വരുന്നത്. അതായത് ഇമോഷൻസിനെ പിന്നെ എക്സ്പ്ലിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ അദ്ദേഹം സിമിലി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അൾട്ടറേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം സൗണ്ട് റിപ്പീറ്റായി വരുന്നത്. അതിൽ ഒരുപാട് അൾട്ടറേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോയം കൂടി നമുക്ക് നറേറ്റ് ചെയ്യാം. അത് ആണ് ഓഡ് ഓൺ ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ മൂന്നാമത്തെ ഒരു പോയം. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് അത് വലിയൊരു പോയാണ് കേട്ടോ, വലിയൊരു പോയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൻ്റെ റീകളക്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പിന്നെ ടിൻറ്റൺ അബേയിൽ ഇതേപോലെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റീകളക്ഷൻ ആണെങ്കിലും അതൊരു പ്രത്യേക സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരുന്നു ആ പോയം. എന്നാൽ ഡാഫോഡിൽസ് ആണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറൊക്കെ മരിച്ച സമയത്ത് ആ ഒരു മൂഡിൽ നിന്ന് മറ്റൊരു മൂഡിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു
എന്താണ് ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന് ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഡാഫോഡിൽസ്. അതേപോലെ ഈ ഒരു ഓട്ടൺ ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റികളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, ഇമ്മോർട്ടാലിറ്റി നമുക്കറിയാം മരണമില്ല. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് മെമ്മറീസിന് മരണമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ ഓർമ്മകൾക്ക് മരണമില്ല എന്നതാണ്. അദ്ദേഹം എപ്പോഴും ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പ്രസൻറ്റിൽ ജീവിക്കാറില്ല എന്നാണ് തോന്നുന്നത്. കംപ്ലീറ്റ് ഓർമ്മകൾ മാത്രമാണ് എപ്പോഴും റീകളക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ കമ്പാരിസൺ കൂടുതലും വരുന്നത് ചൈൽഡ്ഹുഡും അതേപോലെ നമ്മുടെ അഡൾട്ട്ഹുഡും തമ്മിലൊരു കമ്പാരിസൺ ഈ ഒരു പോയത്തിൽ വരുന്നുണ്ട്. ഇത് വലിയൊരു പോയമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ സമ്മറി എന്ന് പറയുന്നത്, ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ മെമ്മറീസ് ഇൻ ഹിസ് പാസ്റ്റ് immortal. He explains the childhood memories. He always wants to try to recollect his past. He always wants to revisit his past again and again എന്ന രീതിയിൽ എന്നുള്ളതാണ്. അതായത് we have to defeat the sadness by finding happiness from the atmosphere or our surrounding nature. അതിപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഡാഫോഡിൽസിൽ അങ്ങനെ നമ്മുടെ സാഡ്നെസ്സിനെ നമുക്ക് ഹാപ്പിനെസ് കൊണ്ട് മറികടക്കാം, അതായത് പ്രകൃതിയിൽ നിന്നുള്ള ഹാപ്പിനെസ്സിന് മറികടക്കാം എന്നുള്ളതാണ് ഡാഫോഡിൽസിൻ്റെ സംഭവങ്ങൾ വരുന്നത്. ഇതിൽ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൈൽഡ്ഹുഡിൽ അത് കണ്ടു, ഇത് കണ്ടു, അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്, ഈ ഒരു ചൈൽഡ്ഹുഡിൽ നമുക്ക് നമ്മൾ വളരെ ഇന്നസെൻ്റാണ്. ആ സമയത്ത് നമുക്ക് അതായത് നമ്മൾ ആദ്യമായിട്ടൊരു സാധനം കാണുമ്പോൾ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സംഭവം നമ്മൾ വലുതാകും തോറും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ച് വരുന്നു. ആ സമയത്ത് നമുക്കിപ്പോൾ ഒരേ സാധനം എന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിനോടുള്ള എക്സൈറ്റ്മെൻറ്റ് പോവും, അതിനുള്ള ആ ഒരു ഒബ്സഷനൊക്കെ നമുക്ക് തീരൂലേ. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഒരു കാര്യത്തിനോട് നമുക്ക് ചൈൽഡ്ഹുഡിലുള്ള അപ്രോച്ചും നമുക്കത് അഡൾട്ട്ഹുഡിലെ അപ്രോച്ചും ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ഏജായി ഇരിക്കുമ്പോഴുള്ള അപ്രോച്ചൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആ ചൈൽഡ്ഹുഡിൽ എപ്പോഴും ഒരു ഹെവൻലി ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് മനുഷ്യനുണ്ടായിരുന്നു. അവനൊരു ഹെവൻലി തോട്ട്സ് ഉണ്ടായിരുന്നു. അവൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. അവൻ നാച്ചുറായിട്ട് വളരെ കണക്റ്റഡായിട്ട് ജീവിച്ചിരുന്നു. നാച്ചുറലുള്ള ഓരോ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ഈ ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് മനുഷ്യന് സാധിച്ചിരുന്നു. എന്നാൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ അഡൾട്ടിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ നാച്ചുറലിനെ നമ്മൾ ഹാംഫുൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രകൃതിയെ, മരങ്ങളാണെങ്കിൽ നമ്മൾ വെട്ടി നശിപ്പിക്കാനും പൂക്കൾ പറിച്ച് ഇതാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ എസെൻസ് ഓഫ് ചൈൽഡ്ഹുഡിൻ്റെ ആ ഒരു എസെൻസൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മളിലേക്ക് ഡാർക്ക്നെസ് കടന്നു വരുന്നു. അതായത് നമ്മളിലേക്ക് ഒരുപാട് ഗ്രീഡ് കടന്നു വരുന്നു. അതേപോലെ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ആ ഇന്നസെൻസ് പോകുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ ഒരു ഡാർക്ക്നെസ്സിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ആ ഒരു ഇമാജിനേറ്റീവ് പവറുണ്ട്. മനുഷ്യൻ്റേതായിട്ടുള്ള ഇമാജിനേറ്റീവ് പവർ ഉണ്ട്. മറ്റുള്ള ജീവികളെ പോലെയല്ല. മനുഷ്യന് എല്ലാത്തിലും ഒരു സുപ്രീം ഒരു പവർ നാച്ചുറലിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാൻ തൻ്റെ ആ ഒരു അതൊരു പ്രത്യേകമായിട്ടൊരു ഈവൻ്റ് അതിൽ പറയുന്ന തന്നെ ഉണ്ട്. ഇപ്പോൾ ആകാശത്ത് കാണുന്ന റെയിൻബോ, നമുക്കിങ്ങനെ കേവ് ഷേപ്പിലൊക്കെയാണ് നമുക്ക് ഈ റെയിൻബോ കാണാൻ പറ്റുന്നത്. ആ റെയിൻബോയെ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്താൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കഴിവുള്ള മനുഷ്യൻ അവൻ്റെ ആ ഒരു പണ്ടത്തെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് റീകളക്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. എന്നാൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഹാപ്പിനെസ്സൊക്കെ നമുക്ക് തിരിച്ച് കിട്ടും എന്ന രീതിയിലാണ് പറയുന്നത്. അതേപോലെ നമുക്കിപ്പം ഈ ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് പോയറ്റ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ അതിന് പല രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു ലാംഗ്വേജ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എത്ര പേപ്പേഴ്സ് വേണമെങ്കിലും ഈ ഒരു കണ്ടൻറ്റ് വെച്ച് എഴുതാൻ പറ്റും. മനുഷ്യന് യങ്
അതെ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ടിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പേജ് വേണമെങ്കിലും പല പല അപ്രോച്ചുകളിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പിന്നെ അതേപോലെ ഇതിൽ പറയുന്നത് അതേപോലെ അന്ന് എനിക്ക് കാണാൻ പോയറ്റന്നെ പറയണം, അന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്ന ഹെവൻലി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാച്ചുറലിനെയും കാര്യങ്ങളും ഇന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് അന്ന് ഞാൻ നടന്നു പോയിരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താണ് പറയുന്നത്. ആക്ച്വലി നമ്മളൊന്നും അതൊന്നും ചിന്തിക്കാറ് പോലുമില്ല. അപ്പോൾ അതാണ് നമ്മളും പോയിറ്റ്സ് തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു മെഡോസിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. ആ ഫ്ലവേഴ്സൊക്കെ ഞാൻ നടക്കുമ്പോൾ കാലിൻ്റെ അടിയിലൂടെ ഞെരിഞ്ഞമർന്നു പോയിരുന്നു കുഞ്ഞു. അപ്പോൾ അന്നൊക്കെ അതൊക്കെ അദ്ദേഹം ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അതൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ജനിച്ചു വന്നപ്പോൾ ഒരു സൂര്യപ്രകാശം വരുന്നത് പോലെ നമുക്കൊരു ജീവൻ്റെ തുടിപ്പോടുകൂടിയാണ് നമ്മൾ വരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രകൃതിയും ഇവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതേപോലെ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എക്സൈറ്റ്മെൻറ്റോടുകൂടി കണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമുക്കങ്ങനെ കാണാൻ പറ്റാതായി എന്നുള്ളത് പറയുന്നു. അതെ, പക്ഷെ അന്ന് നമ്മൾ ടോയ്സ് കൊണ്ടാണ് കളിച്ചിരുന്നത്. പിന്നെ വലുതായപ്പോൾ ഇപ്പോൾ നമ്മൾ ബിസിനസ്, ലവ്, വാർ പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്യുന്ന സബ്ജക്ട്സിൽ ഡിഫറൻസ് വരാൻ തുടങ്ങി. പിന്നെ അഡൾട്ടായപ്പോൾ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ദൈവികമായ ചിന്ത വെച്ച് നമ്മുടെ ആ പഴയ ഇന്നസെൻസിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് ആ ഹെവൻലി ആയിട്ടുള്ള സോൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ എവരി വൺ ഈസ് വാക്കിംഗ് അവേ ഫ്രം നാച്ചർ, എവരി വൺ ഡിസ്ട്രോയ്സ് നാച്ചർ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൺസേൺസ് ആണ്. പിന്നെ നമ്മുടെ ഹ്യൂമാനിറ്റി, ചൈൽഡ്ഹുഡിലുണ്ടായിരുന്ന നമ്മുടെ ആ കമ്പാഷൻ, നമ്മുടെ ആ ഒരു ഷെയറിങ് മൈൻഡ് സെറ്റ്, ഇതെല്ലാം നമ്മൾ വലുതാകുമ്പോൾ നമ്മളിൽ നിന്ന് കൈമോശം വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആൾവേസ് സപ്പോർട്ട്സ് ഹിസ് മെമ്മറീസ് ബിക്കോസ് ഇറ്റ്സ് ആൾ ഇമ്മോർട്ടൽ. അദ്ദേഹത്തിൻ്റെ മെമ്മറീസ് എന്നും നിലനിൽക്കും, അത് ഇമ്മോർട്ടലാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഷേക്സ്പിയറിൻ്റെ ഒക്കെ പല പോയംസിലും പറയുന്നുണ്ടല്ലോ, 104 പറയുന്നുണ്ട്. ആ ഒരു ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നതിനെ, പക്ഷെ അവിടെ ഷേക്സ്പിയർ ഇമ്മോർട്ടലായിട്ട് കാണുന്നത് ബിലവിഡിനെ ഇമ്മോർട്ടലാക്കാനും അങ്ങനെ നാച്ചറിനെ ഇമ്മോർട്ടലാക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ച് അവസാനം ഇമ്മോർട്ടാലിറ്റി കണ്ടിരുന്നത് വേഴ്സസിലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വരികൾ ഇന്നും നിലനിൽക്കുന്നു എന്ന രീതിയിൽ. അതേപോലെ ഇവിടെ ഇമ്മോർട്ടലായിട്ട് ഇദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ റീകളക്ഷൻ ഓഫ് മെമ്മറീസിലാണ്. അപ്പോൾ ഇതാണ് 3 പോയംസ് എന്ന് പറയുന്നത് കേട്ടോ, വേർഡ്സ്വർത്തിൻ്റെ. അപ്പോൾ ഇത്രയും വെച്ചങ്ങാണ്ട് നിങ്ങൾക്ക് ഈ പോയം എഴുതാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കയ്യിൽ നിന്നിട്ട് എഴുതില്ല, ജസ്റ്റ് ഒരു ഓവറോൾ ഔട്ട്ലുക്ക് കിട്ടിയാൽ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.